അസ്സലാമലൈക്കും. ഇന്ന് 2.5 കിലോ അരി കൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു സുർബിയാൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി, വെളുത്തുള്ളി, ഗരം മസാല, തക്കാളി, സൺഫ്ലവർ, ക്യാരറ്റ്, തൈര്, മാഗി ക്യൂബ്. 1 കിലോ അരിക്ക് 2 കട്ട. അങ്ങനെ 2.5 കിലോ അരിക്ക് 5 കട്ട ഉണ്ട് അതിൽ. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിച്ചപ്പ്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ടാൽ മതി. അത് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ്. മന്തി വെക്കണ അരിയാണ് ഇതിലേക്ക് ഇട്ടത്. നമുക്കൊരു മണിക്കൂർ കുതിർത്തിയെടുക്കാം. വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് മസാലയാക്കാം. കാശ്മീരി ചില്ലി, ഫുഡ് കളറ്, ഉപ്പ്, സുർക്ക എന്നിവ ഇട്ട് നല്ല മിക്സാക്കി എടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണം. മിക്സാക്കി എടുത്തിട്ടുണ്ട് ചിക്കന്. പിന്നെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഉള്ളി ആദ്യം വറുത്ത് കോരാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇനി അതിനാവശ്യമായ അരവുകളാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മൂസമ്പി കുരു കളയണം. അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞ് തോല് മാറ്റി വെക്കാം. നമുക്ക് ചോറിൽ ഇടാൻ. ക്യൂബ് 3 കട്ട. എത്ര എടുക്കണമെങ്കിൽ അതിൻ്റെ പകുതി അരവിൽ ഇടുക. തൈര് പാകത്തിന് ഒഴിച്ച് അരച്ചെടുക്കുക. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ച ഉള്ളിയും വലിയ ജീരകം, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വലിയ ഉള്ളി മൂപ്പിച്ച് വെച്ചത് അതും തൈര് ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളം ഉപയോഗിക്കണ്ട. ഈ തൈര് മതി. ഈ തൈര് പിന്നെ വേറെ എവിടെ നമ്മൾ ഉപയോഗിക്കില്ല. പിന്നെ തക്കാളി ഇതൊക്കെ കുറേശ്ശെ ഇട്ട് അരച്ചെടുത്ത് അങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ വേറെ അരച്ചെടുക്കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൽ അത്ര തൈര് ഒരു പാക്കിൽ ബാക്കി വന്നു. ബാക്കി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മസാല ആക്കി എടുക്കാം. അതിന് ഞാൻ ചിക്കൻ വറുത്ത എണ്ണ ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ മാഗി ക്യൂബിന് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടി, ഗരം മസാല ഞാൻ പൊടിച്ചെടുത്തതാണ്. മഞ്ഞൾപ്പൊടി വേണമെന്നില്ല കേട്ടോ, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇതിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് നല്ല വഴറ്റിയെടുക്കുക. എണ്ണയിൽ കടന്നിട്ട് ആ മാഗി ക്യൂബൊക്കെ ഒന്ന് അലിഞ്ഞ ശേഷം മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആ ചിക്കനിലെ മസാലയ്ക്ക് ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. മസാല ഗ്രേവിയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. ഇനി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കും ക്യാരറ്റും മൂസമ്പിയുടെ തോല്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ഉപ്പ്, ഒരു തുള്ളി സുർക്ക ഒറ്റിച്ച് എടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി അരി ഒരു പകുതി പച്ചരി കടിക്കരുത് കേട്ടോ. ഇതിൻ്റെ വേവ് പാകാക്കാൻ പച്ചരി കടിക്കാതെ അത്ര വേവുമ്പോൾ അത് ഊറ്റിയെടുക്കുക. പിന്നെ ദമ്മിലും കടന്നു പോകും ചോറ്. ഇനി അടിയിൽ ലേശം സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ചോറ്, മല്ലിച്ചപ്പ്, പുതിന, ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത്. ഇനി അതിൻ്റെ മേലെ ചോറ്, ഒരു ലേശം ഗരം മസാല തൂവി കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചോറും ഇട്ട് ലെയറായി അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 1 മണിക്കൂറിലും ദമ്മിൽ കിടക്കണം ചോറ്.
എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ചിക്കന് ബാക്കി വന്ന എണ്ണ, ചിക്കൻ വറുത്ത എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സൺഫ്ലവർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ചോറ് ദമ്മ് ഇട്ടെടുക്കാം. ഒരു മണിക്കൂറേരം ഇതിലും കിടക്കണം, എന്നാലേ ചോറ് ടേസ്റ്റ് കിട്ടുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മേലെ മല്ലിച്ചപ്പൊക്കെ ഇട്ടെടുത്ത കരിയുള്ളതാണ്, ഉള്ളിൽ ഞാൻ ഇട്ടെടുത്തത്. ഇനി അത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ്. കമൻറ്റ്